Hello guys, welcome back to my YouTube channel. It's me Bigs here. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളെ ഷൂട്ടിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അക്കാഡമിയിൽ എത്തിയിട്ടുണ്ട്, ബാക്കിയുള്ളവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുടിയൊക്കെ നാശമായി, പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് മിറ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടോ, അവൻ്റെ മുന്നേയുള്ള വ്ളോഗിലൊക്കെ ഉണ്ട്. ഇതിപ്പോൾ എന്തിനാ ചിരിക്കുന്നതെന്ന് എനിക്കും അറിയാൻ പാടില്ല. നോ കറണ്ട് ക്യാ കറോ മേ മർ ജാഊ മെരിക്കോ ഫീലിംഗ് नहीं है. പോയ കറണ്ട് തിരിച്ചെത്തിയതും ദേ എത്തി ക്യാമറമാൻ സിയാദ്. പിന്നെ ഇതാ എല്ലാവർക്കും അപ്ലൈറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നു നമ്മുടെ മിറ. എന്താ ചെയ്യുക, സ്നേഹം മാത്രം. പിന്നെ ആദ്യത്തെയും ദ ബെൽറ്റൊക്കെ ഇടുന്ന എല്ലാവരും സെറ്റപ്പ് ആവുന്നു. ഞാൻ പിന്നെ എൻ്റെ എല്ലാപ്പോഴും കാണിക്കുന്ന വെറും ഷോ കാണിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇത് ഇഷ്ണയുടെ മെയിൻ ഐറ്റമാണ് ഈ കണ്ണുകൊണ്ടുള്ളൊരു സാധനം. എനിക്കറിയാൻ പാടില്ല എന്താണെന്ന്. ഡേസി അത് പ്ലാൻ പറഞ്ഞു കൊടുക്കുവാണ്. മിറ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുന്നുമുണ്ട്. പ്ലാനൊക്കെ സെറ്റായി വരുമ്പോഴേക്കും സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല പ്രിൻ്ററിൽ നിന്ന് ഒരു വൈഫൈൻ്റെ കണക്ഷൻ കാരണം പ്രിൻ്റ് ചെയ്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല. അവസാനം അതിനെ തൊഴുത് ഞങ്ങൾ കൈകൂപ്പിയപ്പോൾ ഞങ്ങൾക്ക് പ്രിൻ്റ് കിട്ടി. അവസാനം എല്ലാം സെറ്റായതിൻ്റെ ഒരു സന്തോഷ പ്രകടനമാണ് ദേ കാണുന്നത്. ഫസ്റ്റ് ഞാൻ തന്നെ ചാടിക്കയറി നിന്ന് എൻ്റെ ഭാഗം ക്ലിയർ ചെയ്തു. പിന്നെ ക്ലാസ്സിലായിരുന്നു ഷൂട്ട്. അതിനിടയിൽ കൂടെ അതാ ഹൃദയ കയറി വരുന്നുണ്ട്. ആള് സെക്കൻഡ് ബാച്ചിലർ സ്റ്റുഡൻ്റ് ആണ്. പിന്നെ ഈ ഗോപികമാർക്കിടയിലിരിക്കുന്ന ഈ കുഞ്ഞിക്കണ്ണനെ കണ്ടില്ലേ, അവനെ ഞങ്ങൾ ക്യാപ്റ്റൻ ദേവ് എന്ന് വിളിക്കും. ക്യാപ്റ്റ എന്ന് വിളിക്കും. ഒരു സന്തോഷം, അവന് സന്തോഷമായിക്കോട്ടെ എന്നേ. അതിൻ്റെ ഇടയിലൂടെ എൻ്റെ കുറച്ച് പാട്ടുകളും കോപ്രായങ്ങളും അത് കണ്ട് ഗാനി എന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. നന്നായി ബാ മോളെ. വിളിക്കത്തില്ല. ടേക്കുകൾ തുടരെ തുടരെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ദേവിന്റെ കുറെ പൊട്ടത്തരങ്ങളും അത് കേട്ട് ചിരിക്കാൻ ഞങ്ങളും. അതൊന്നും പറയണ്ട, പാഞ്ചൊക്കെ അടുത്ത സീന് ഷൂട്ട് ചെയ്യാനുള്ള ലൊക്കേഷൻസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഞാനാണെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ട് കുറേ പ്ലാനൊക്കെ പറയുന്നുണ്ട്. ആരും കേൾക്കുന്നില്ല. എന്നാലും എൻ്റെ ഷോയ്ക്ക് ഒരു കുറവുമില്ല. ഞാനും ക്യാപ്റ്റൻ ദേവും ഭയങ്കര അന്താരാഷ്ട്ര ചർച്ചയിലാണ്. അവൻ്റെ പൊട്ടത്തരം ഞാനും കേൾക്കുന്നു, എൻ്റെ പൊട്ടത്തരം അവനും കേൾക്കുന്നു. വേറെ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്തോട്ട് പോയി. അതിൻ്റെ ഇടയിൽ ഇതേ ക്യാപ്റ്റൻ ദേവും ഇഷ്ണയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ കോപ്രായങ്ങളും പൊട്ടത്തരങ്ങളൊക്കെ ചെയ്യുന്നും പറയുന്നൊക്കെ ഉണ്ട്. എന്ത് ചെയ്യാനാണ്, അവരങ്ങനെ ആയിപ്പോയി. എന്താണ് അവിടെ നടക്കുന്നത്? ഞങ്ങളിതേ ബോർഡിൽ കൊച്ചിയെന്ന് എഴുതുവാണ്. ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും ഞങ്ങൾ റീലിൽ ഇത് ആഡ് ആക്കിയിട്ടില്ല. അക്കുമലും ഷാഹിദുമാണ് നിൽക്കുന്നത്. ഇവർ ഈ ഒരു ഭാഗം എടുക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം വിളിച്ചിട്ടാണ് അവർ വന്നത് തന്നെ. അത് വേറൊരു കാര്യം.
അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ടയേർഡായിട്ട് ഇരിക്കുവാണ്. 2:30-3 മണിയായി, ലഞ്ച് കഴിച്ചിട്ടില്ല. എന്തായാലും ഞങ്ങൾ ഈ ഷൂട്ട് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന 27 സാറ്റർഡേ ഏവിയേഷൻ ഡേ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഞങ്ങൾ അക്കാഡമിയിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള റീലാണ് ഇപ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. വിശക്കുന്ന എനിക്ക് 2:30 കഴിഞ്ഞു. ഞാൻ 8 മണിക്ക് ഫുഡ് കഴിച്ചതാ. അയ്യോ ഞാൻ ഞാനും സത്തിരിക്കും. എൻ്റെ മെത്തിനി സത്തു. അങ്ങനെ ഫൈനലി ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. സജീവ് സാറാണ് ഇരിക്കുന്നത്. സജീവ് സാറ് ഞങ്ങൾക്ക് സമൂസ ഫസ്റ്റ് ഓർഡർ ആക്കി തന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും സമൂസ കഴിക്കുവാണ്. എനിക്കാണെങ്കിൽ ഇത്ര നേരം ഫുഡ് കഴിക്കാണ്ട് ഫുഡ് കിട്ടിയപ്പോഴുള്ളൊരു ആക്രാന്തമാണത്. പിന്നെ സാറ് ഞങ്ങൾക്ക് മന്തി ഓർഡർ ആക്കി തന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും മന്തി കഴിക്കുവാണ്. അങ്ങനെ ഫുഡ് കഴിച്ച സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. അങ്ങനെ ഷൂട്ടും ഫുഡടിയും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോസ്റ്റലിലോട്ട് തിരിച്ചു പോവാണ്. ഇപ്പോൾ തന്നെ ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത് ഹോസ്റ്റലിൽ നിന്നിട്ടാണ്. രാത്രി 12 മണിയായിട്ടുണ്ട്. ഞാൻ ഹോസ്റ്റലിൽ പുറത്ത് നിന്നിട്ടാണ് ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത്. അകത്താവുമ്പോൾ ബാക്കിയുള്ളവരുടെ വോയിസും കാര്യങ്ങളൊക്കെ വരും. എനിക്ക് അറിഞ്ഞൂടെ എത്രത്തോളം ഈ ഒരു വോയിസ് പക്കയായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത്. കാരണം പുറത്താണെങ്കിലും ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഞാനെന്തായാലും ഇത്ര റിസ്ക് എടുത്തിട്ടാണ് ഇതിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത്. ആക്ച്വലി ഈ ഒരു വീഡിയോ പെട്ടെന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രാത്രി ഇരുന്നിട്ട് ഞാൻ ഈ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളത്. എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഗൈസ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.